ഈ അഭിമുഖം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും പപ്പായ ഒന്ന് നട്ടു നോക്കിയാലോ എന്ന്. VS പത്മകുമാറുമായി ഷിബു ജോർജ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ. പത്മകുമാർ സാർ, പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം സർ, താങ്കളൊരു പപ്പായ കർഷകനാണ്. 1 ഏക്കറോളം സ്ഥലത്ത് താങ്കൾ ചെയ്യുന്നുണ്ടല്ലേ? അതെ. ഇതിൻ്റെ ഒരു തുടക്കത്തെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് ഈ പപ്പായയിലോട്ട് തന്നെ വന്നത്? എൻ്റെ കുടുംബം ഒരു കർഷക കുടുംബമാണ്. എൻ്റെ അച്ഛൻ നല്ല കൃഷിക്കാരനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പറമ്പിൽ പോയി കൊച്ചുനാളിൽ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ അച്ഛനാണ് എന്നെ പടിപടിയായിട്ട് കൃഷിയിലേക്ക് കൊണ്ടുവന്നത്. ഭാഗ്യത്തിന് എനിക്ക് കുറച്ച് ഭൂമിയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റിൽ തന്നെ ഏതാണ്ട് 1.5-2 ഏക്കറോളം സ്ഥലമുണ്ട്. ആ സ്ഥലം ഫെർട്ടൈൽ ലാൻഡാണ്. നന്നായിട്ട് തന്നെ ഞാൻ കൃഷിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി കിട്ടും. പിന്നെ വാഴയുണ്ട്, അതെല്ലാ ടൈപ്പിലുള്ള വാഴയുണ്ട്. പിന്നെ തെങ്ങുമുണ്ട്. നാളികേരമാണ് മുഖ്യ കൃഷി. അപ്പോൾ ഇത് പപ്പായയിലോട്ട് എങ്ങനെയാണ് വന്നത്? കുറേ നാൾ കൃഷി ചെയ്തപ്പോൾ എനിക്കൊരു വെറൈറ്റി, എനിക്കൊരു മറ്റൊരു കൃഷിയിലേക്ക് പോകണമെന്ന് തോന്നി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നത്, ഞാൻ ഈ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പഴക്കടകളിലൊക്കെ ഡിമാൻഡ് ചെയ്യുന്നത് പേരക്കയും പപ്പയയുമാണ്. അപ്പം ഞാൻ കൃഷി ഓഫീസറോട് പറഞ്ഞു, എനിക്ക് ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട്. ഏത് കൃഷിഭവനാണ് സാറിന്? ഉള്ളൂർ കൃഷിഭവൻ. അവിടെ കൃഷി ഓഫീസറുടെ സ്വപ്നയാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു എന്ത് കൃഷിയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്കൊരു 1 ഏക്കർ തെങ്ങും പുരയുടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 8-10 തെങ്ങേ ഉള്ളൂ. അപ്പോൾ തെങ്ങിൻ്റെ ഒരു ഇടവിളയായിട്ട് പപ്പയ ഒന്ന് കൃഷി ചെയ്താലോ, റെഡ് ലേഡി ഒന്ന് കൃഷി ചെയ്താലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ നന്നായിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്തു. നന്നായിട്ട്, ചെറിയ രൂപത്തിലല്ല, അത് നല്ല ഡിമാൻഡുള്ള സാധനമാണ്, നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല സാർ അതിലേക്ക് പോകണം. അപ്പോൾ ഈ റെഡ് ലേഡിയിലോട്ട് എങ്ങനെ നാരോ ചെയ്തത്? റെഡ് ലേഡിയിൽ പോകാൻ കാരണം, റെഡ് ലേഡി നല്ല തുലിക്കട്ടിയുള്ള ഒരുപാട് ദിവസം ഇരിക്കാവുന്ന ഒരു പപ്പയാണ്. നല്ല കളറും നല്ല ടേസ്റ്റുമാണ്. പിന്നെ ചില ആളുകൾ എന്നോട് പറഞ്ഞത് അത് ഈ ഡയബറ്റിക് പേഷ്യൻസിന് മധുരം കുറച്ച് കുറവായതുകൊണ്ട് അവർ പ്രിഫർ ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണിത്. അതുകൊണ്ട് ഇതിന് ഡിമാൻഡ് ഉണ്ടാവുമെന്ന് കരുതി. ഹൈറ്റ് കുറവാണ്. എല്ലാം കൂടെ കൊണ്ടാണ് ഞാൻ ഈ റെഡ് ലേഡിയിലേക്ക് പോയത്. പക്ഷേ എനിക്ക് അതിൻ്റെ വിത്ത് സമ്പാദിച്ചെടുക്കാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു. ഇത് 1 ഏക്കർ സ്ഥലത്ത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. 1 ഏക്കർ സ്ഥലത്ത് തന്നെ ഈ പപ്പയ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ വീടിനടുത്ത് ടെക്നോ പാർക്കിൽ ജോലി ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയർ, IT എഞ്ചിനീയർ, അയാൾക്കൊരു പോളി ഹൗസ് ഉണ്ടായിരുന്നു. അയാൾ പോളി ഹൗസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അയാൾക്ക് പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ പോളി ഹൗസ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഞാൻ ഈ ചെന്തിട്ടയിലുള്ള ഫാം ഹൗസിൽ പോയി ഇതിൻ്റെ വിത്ത് മേടിച്ച് വലിയ വില കൊടുത്താണ് വാങ്ങിയത്. 4600 രൂപ കൊടുത്തിട്ട് 10 ഗ്രാം അത് വാങ്ങിയാൽ ഒരു 500-ലധികം തൈ കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു. അത് ഞാൻ വാങ്ങി പോളി ഹൗസിൽ കൊണ്ടുവന്ന് നല്ല റിച്ചായിട്ട് തന്നെ അത് കൃഷിഭവൻ്റെ എല്ലാ പെരുന്തോട്ടത്തിലും തന്നെ ഞാനത് തയ്യാക്കി. നഴ്സറിയും സ്വന്തമായിട്ട് തന്നെ ചെയ്തു. കൃഷിഭവനിലെ കാർഷിക കർമ്മസേനയുടെ ഒരു ചെറിയ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് തയ്യായി ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കൃഷി ഓഫീസർ പറഞ്ഞു നമുക്ക് കംപ്ലീറ്റ് കളച്ച് തടവൊരുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുരയിടം ഞാൻ ഹിറ്റാച്ച് കൊണ്ട് കളച്ചു. ലേബറേഴ്സ് കുറവായിരുന്നു. വയൽ നികത്തിയ പുരയിടായതുകൊണ്ട് തന്നെ ഇതിന് വെള്ളക്കെട്ട് വന്നാൽ ഇത് വേരഴുകി പോകുമെന്ന് പറഞ്ഞു. നല്ലതായിട്ട് പണ ഒരുക്കണമെന്ന് പറഞ്ഞു. ഞാനത് മുഴുവൻ ഒരു 3 അടി പൊക്കത്തിൽ പണയൊരുക്കി നല്ല വെയിലായതുകൊണ്ട്, നല്ല വേനലിലാണ് ഞാനത് തുടങ്ങുന്നത്. നല്ല പണയൊക്കെ ഒരുക്കിയതിന് ശേഷം അവർ പറഞ്ഞു കുഴിയെടുത്ത് കുമ്മായം വിതരണമെന്ന്. 10-700 കുഴിയുണ്ടായിരുന്നു. ഇതെങ്ങനെ അതിൻ്റെ ഡിസ്റ്റൻസ് എത്ര? 2 മീറ്റർ മാറിയാണ് ഞാൻ കുഴിയെടുത്തിട്ടുള്ളത്. 2 മീറ്റർ മാറി കുഴിയെടുത്തു. ഒരു 700 കുഴിയുണ്ടായിരുന്നു. 700 കുഴിയിലും കുമ്മായം വിതറി ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് കുറച്ച് അടിവളം കൊടുക്കണം. അത് കൃഷി ഓഫീസറാണ് പറഞ്ഞത്. സമ്പുഷ്ടീകരിച്ച് എല്ലാ നിർദ്ദേശങ്ങളും അവിടെ നിന്ന് കിട്ടിയത്. വളരെ കറക്റ്റായിട്ട് ഞാൻ പാലിച്ചിട്ടുണ്ട്. വളരെ പ്ലാൻഡായിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവർ എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, കഴിയുമെങ്കിൽ നമുക്കൊരു ട്രിപ്പ് കൂടെ കൊടുക്കണം. ട്രിപ്പ് ഇറിഗേഷൻ ആകുമ്പം നല്ല വേനലായതുകൊണ്ട് ഡയറക്റ്റായിട്ട് അത് മണ്ണിലേക്ക് പോകും. അതുകൊണ്ട് കണികജലമാകുമ്പോൾ നമുക്ക് മണ്ണിന് എപ്പോഴും ഈർപ്പം നിൽക്കും. നമ്മൾ ഞാൻ പറഞ്ഞു ശരിയെന്നോ, ഞാൻ സമ്മതിച്ചു. അടിവളത്തിന് വേണ്ടി ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഒരു 7 കിലോ എങ്കിലും 7 മുതൽ 8 കിലോ വരെ ഒരു കുഴിയിലിട്ട് പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്ലാന്റ് എല്ലാം നട്ടു. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ എല്ലാ കുഴികളിലും ട്രിപ്പ് കൊടുത്തു. ഒരു കിണർ എനിക്ക് നേരത്തെ തന്നെ മറ്റ് പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി ഞാൻ കിണർ കുഴിച്ചിരുന്നു. ആ കിണറിൽ നിന്നും വെള്ളം ടൈമർ വെച്ചിട്ട് 3 നേരം വെള്ളം ഒഴിച്ചു. പക്ഷേ അതെനിക്ക് തികയാതെ വന്നു. ഒരു 10-30 പ്ലാന്റ് ഈ വെള്ളം കിട്ടാത്തത് കൊണ്ട് തന്നെ കരിഞ്ഞു പോയി. അപ്പോൾ ഈ ഞാൻ ചോദിക്കുന്ന തൈ എത്ര വലുതായി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ട് പറിച്ച് നട്ട്? ഞാനൊരു ഒരു മാസം ആയപ്പോൾ ഞാൻ തൈ നട്ടിട്ടുണ്ട്. ആ കുഴിയിലൊരു പിള്ളക്കുഴി എടുത്ത് അതിനകത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് കൃഷി ഓഫീസർ എന്നോട് പറഞ്ഞു നമുക്ക് ഇതിൽ ഭയങ്കരമായിട്ട് കള വരും, അതുകൊണ്ട് കള മാറ്റാൻ വേണ്ടി മച്ചിങ് നമുക്ക് ചെയ്യണം, മച്ചിങ് ഷീറ്റ് ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ഏറ്റവും കട്ടി പറഞ്ഞു. നടുന്നതിന് മുന്നേ തന്നെ തൈ നടുമ്പം തന്നെ ഞാൻ പ്ലാസ്റ്റിക് ഇട്ട് അതിനോട് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് തൈ നടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ട്രിപ്പും
റെഡിയാക്കി ടൈമർ വെച്ച് 3 നേരം ട്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളവും കൊടുത്തിരുന്നു. അപ്പോൾ ഈ 1 മാസം കഴിഞ്ഞ് ഈ തൈ നട്ടപ്പം അടിവളമൊക്കെ ഓൾറെഡി ഉണ്ട്, മൾച്ചിങ്ങും പ്ലാസ്റ്റിക് ഷീറ്റും ഇട്ടിട്ടുണ്ട്, ജലസേചനത്തിന് വേണ്ടി ഡ്രിപ്പും ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നട്ടപ്പം ഏതെങ്കിലും ചെടികൾ നഷ്ടപ്പെടുകയും ചെയ്തോ, അത് എല്ലാം നല്ലപോലെ പിടിച്ചു വന്നു? നട്ടപ്പം ഏതാണ്ട് എല്ലാ ചെടികളും പിടിച്ചു വന്നു. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു 10, 30, 40 ചെടികൾ വെള്ളം കിട്ടാത്തതുകൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്, കരിഞ്ഞുപോയി, പൂർണ്ണമായിട്ട് കരിഞ്ഞുപോയി. അതിനുശേഷം ഒരു 3-4 മാസമായി മൊസൈക്ക് എന്ന് പറഞ്ഞൊരു അസുഖം എൻ്റെ കുറച്ച് ചെടികളെ ബാധിച്ചു. ഇതൊരു 3-4 മാസം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഇലയുടെ മാറ്റം കണ്ടപ്പോൾ തന്നെ ഞാൻ കൃഷി ഓഫീസറോട് പറഞ്ഞു, മഞ്ഞളിപ്പ് വന്നല്ലേ? അതെ. അവരപ്പം തന്നെ നമ്മുടെ സ്ഥലത്ത് വന്നു, എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, സാറേ എത്രയും പെട്ടെന്ന് ഈ ചെടി അങ്ങ് പിഴുതങ്ങ് മാറ്റണം, ഇത് വൈറൽ ഡിസീസാണ്, ഇതിന് വേറെ മരുന്ന് ഇപ്പം നമുക്ക് പ്രയോഗിക്കാൻ വേണ്ടിയില്ല, ഇത് മാറ്റിയില്ലെങ്കിൽ ഈച്ച കൊണ്ടത് പകരും, പിന്നെ ഈ ഈച്ചയ്ക്ക് കളയാൻ വേണ്ടി തൊട്ടടുത്ത മരങ്ങളിലെല്ലാം വേപ്പെണ്ണയോ എന്തെങ്കിലും ഒരു കീടനാശിനി സ്പ്രേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ 15 മൂടും 15 ഒരു 10-20 മൂടുണ്ടായിരുന്നു, എല്ലാം മുഴുത് മാറ്റി നശിപ്പിച്ചു. മുഴുതെന്ന് വെച്ചാൽ വേരോടുകൂടി തന്നെ ഞാൻ പിഴുതെടുത്ത് ഒരു പുരയിടത്തിന് പുറത്താക്കിക്കൊണ്ട് കളഞ്ഞിട്ട് ഈ വേപ്പെണ്ണ വാങ്ങി അത് അത്യാവശ്യം 1 ലിറ്ററിൽ 5 ml വെച്ച് ഞാൻ എല്ലാ പ്ലാന്റിലും വേപ്പെണ്ണ തളിച്ചു കൊടുത്തു. പിന്നെ താഴെ ഉറുമ്പുണ്ടോ നോക്കി, ഞാൻ ഉറുമ്പിൻ്റെ വലിയ ശല്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഉറുമ്പുള്ള സ്ഥലങ്ങളിൽ ഈ ഉറുമ്പ് നാശിനിയായിട്ടുള്ള ചില സംഗതിയൊക്കെ ഒഴിച്ചപ്പോൾ പിന്നെ എനിക്ക് ആ മൊസൈക്ക് വലിയ രൂപത്തിൽ എൻ്റെ പ്ലാനിനെ ബാധിച്ചിട്ടുണ്ട്. അത് നല്ലൊരു നടപടിയായിരുന്നു, അല്ലെങ്കിൽ മറ്റേ ചെടികളിലെല്ലാം അത് കടന്നു പോയേനെ. പിന്നെ ഈ CTCRI ഡെവലപ്പ് ചെയ്ത ശ്രേയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതും ഞാൻ കുറച്ചടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 2 സംഗതിയും കൂടെ ആയപ്പോൾ എനിക്ക് വലിയ കീടരോഗബാധയൊന്നും വന്നില്ല. പിന്നെ എനിക്ക് വന്നിട്ടില്ല. റെഡ് ലേഡി എന്ന് പറയുമ്പോൾ അധികം പൊക്കം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്പ്രേ ഒക്കെ ചെയ്യാൻ അധികം വളരെ സൗകര്യമുണ്ട്. എനിക്കൊരു പ്രായമായ ഒരു സഹായിയുണ്ട്, അയാൾ അത്യാവശ്യത്തിന് കാര്യങ്ങൾക്കൊക്കെ വരും. പിന്നെ എൻ്റെ വൈഫ് റിട്ടയർഡ് ടീച്ചറാണ്, റിട്ടയർ ചെയ്തിട്ട് 2 കൊല്ലമാണ്, വലിയ താല്പര്യമാണ്. ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ അയാൾ ഒരു 1-2 പ്രാവശ്യമെങ്കിലും പുരയിടത്തിൽ പോയി പ്ലാന്റെല്ലാം നോക്കൂ, നല്ലപോലെ. അങ്ങനെയുള്ള ഒരു ഗുണമുണ്ട്. അപ്പോൾ ഇതിപ്പം കായ്ക്കാൻ തുടങ്ങിയോ സാർ? നട്ടതെല്ലാം കായ്ക്കാനുള്ള ഹാർവെസ്റ്റ് ചെയ്യേണ്ട സമയമായി വരുന്നു. അപ്പോൾ എത്ര മാസമായി? അപ്പോൾ ഇത് ഞാൻ ഒക്ടോബർ ആദ്യമാണ് നട്ടത്, 7 മാസം കഴിഞ്ഞു കായ്ക്കാൻ കഴിഞ്ഞു, ഫലം എടുക്കാനും തുടങ്ങി, സംഗതിയായിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ ഫലം എടുക്കാൻ പറ്റുന്നതായി. ഫ്രൂട്ടിംഗ് ഒക്കെ നല്ലപോലെ സാമാന്യം നന്നായിട്ട് ഫ്രൂട്ട് വന്നിട്ടുണ്ട്. ഒരു 3 കൊല്ലം നിന്നാൽ എനിക്കൊരു മിനിമം ഒരു 10-40 കിലോയെങ്കിലും ഒരു പ്ലാന്റിൽ നിന്നും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വളം താങ്കൾ പറഞ്ഞത് ആദ്യം നടുന്നതിന് മുന്നേ തന്നെ അടിവളമായിട്ട് എല്ലുപൊടിയും മറ്റേതും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ചെടികൾക്കൊക്കെ ഇങ്ങനെ വളരണമെങ്കിൽ കുറച്ചെങ്കിലും അത് ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് ചെറിയ ഒരു തടമെന്ന് പറഞ്ഞുകൂടാ, ഒരു അല്പം കൈകൊണ്ട് തന്നെ മാന്തി ഒരു ചെറിയ തടം പോലെ ആക്കിയിട്ട് ഫാക്ടം ഫോസ് 75-നും 100-നും ഇടയ്ക്ക് 100 ഗ്രാമിന് താഴെ 75 ഗ്രാം ഫാക്ടം ഫോസ് എല്ലാ മരത്തിനും കൊടുത്തിട്ടുണ്ട്. ഞാൻ 3 മാസം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. ആദ്യം അടിവളത്തിനോടൊപ്പം കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ മണ്ണ് ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ പൊട്ടാഷിൻ്റെയും നൈട്രജൻ്റെയൊക്കെ ചെറിയൊരു ഷോർട്ട് ഉണ്ടെന്ന് എഴുതിയിട്ട് അത് ഞാൻ കൃഷിഭവൻ നിർദ്ദേശിച്ച അളവിൽ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊതുവിൽ എനിക്ക് സംതൃപ്തിയുണ്ട്. അപ്പോൾ ഈ മണ്ണ് പരിശോധനയൊക്കെയും കൃഷിഭവൻ സജസ്റ്റ് ചെയ്തതാണോ? അത് ചെയ്ത് നോക്കാൻ? മണ്ണ് പരിശോധന നോക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്ത കൃഷിഭവനാണ്. മാത്രമല്ല കൃഷിഭവനോട് ചേർന്ന് മണ്ണ് പരിശോധന ലാബുണ്ട്. ആ ലാബിൽ കൊടുത്തപ്പോൾ കൃഷി ഓഫീസറുടെയും കൂടി ഒരു ഇടപെടൽ വന്നപ്പോൾ വളരെ പെട്ടെന്ന് പരിശോധന നടത്തി കിട്ടി. പിന്നെ ഈ കഴിഞ്ഞ മാസത്തിലൊക്കെ നല്ല ചൂടായിരുന്നു. സാർ പറഞ്ഞു കുറച്ച് മരങ്ങൾ ഉണക്കിലും നഷ്ടപ്പെട്ടല്ലേ? ഉണക്കിൽ എനിക്കൊരു 30-40 മരങ്ങൾ ഉണക്കിൽ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് മരങ്ങൾ എനിക്ക് തോന്നുന്നു ഫോറൻ സീഡല്ലേ, കുറച്ച് മരങ്ങൾ കായ്ക്കുന്നില്ല ആണല്ല, പക്ഷേ ഇതുവരെയായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടില്ല. അതെനിക്ക് തോന്നുന്നില്ല, എനിക്ക് കായ്ക്കൊന്നും തോന്നുന്നില്ല. എന്നാലും ഞാൻ നശിപ്പിച്ചിട്ടില്ല. പൂക്കുന്നുണ്ട്, പക്ഷേ കായില്ല, പൂ മുഴുവൻ നശിച്ചു. നമ്മുടെ പപ്പയാൽ ഇതൊരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ നല്ല സീഡാണ്, വിത്ത് നല്ലതാണെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. എന്നാലും പിന്നെ 2 ടൈപ്പ് വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. നീളൻ ഉള്ള പപ്പയുണ്ട്, നല്ല ഉണ്ട ആകൃതിയിലിരിക്കുന്ന പപ്പയുണ്ട്. സാധാരണ നമ്മളൊരു സീഡ് വാങ്ങിയാൽ ഏതെങ്കിലും ഒന്നല്ലേ ആകാമോ? ഈ വിത്ത് വളരെ പ്രധാനമാണല്ലോ കൃഷിക്ക്. അപ്പം നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് യഥാർത്ഥത്തിൽ വിശ്വസ്തയോടുകൂടി വിത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഏജൻസി സ്ഥലം വേണമെന്നുള്ളത് നിർബന്ധമാണ്. അത് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി അപ്രോച്ച് ചെയ്തിട്ട് പോലും അത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പത്മകുമാർ സാർ, നമ്മൾ ഇത്രയും വലിയ തോതിൽ ഇങ്ങനത്തെയൊക്കെ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വിപണി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് വല്ല സ്ട്രാറ്റജി താങ്കൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതും ഞാൻ കൃഷി ഓഫീസർമാർ ഡിസ്കസ് ചെയ്യും. അവർ ആദ്യം എന്നോട് പറഞ്ഞത് വാല്യൂ ആഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൂടി ചെയ്യാം സാർ, അതിനാവശ്യമായിട്ടുള്ള സംഗതി നമുക്ക് കുറച്ച് സെൻട്രൽ എയ്ഡ് ഇപ്പം ഉണ്ട്, ആവശ്യമായിട്ടുള്ളൊരു സഹായം കിട്ടും. സ്റ്റേറ്റിലും ചില പ്രോഗ്രാംസ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്, അതിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റത്തില്ല, ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ തുടങ്ങാം. അപ്പോൾ പറഞ്ഞു ഈ പപ്പയുടെയൊക്കെ അതുപോലെ ജാം ഇതിനൊക്കെ
ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി നമുക്ക് ബാങ്കിനെയും കൂടെ അപ്രോച്ച് ചെയ്തു. അത് നമുക്ക് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല, നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു ധൈര്യം ഉണ്ടായത് ഇതിൻ്റെ ഡിമാൻഡ് ഞാൻ ഈ പഴക്കടകളിലൊക്കെ പോയി മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് എനിക്ക് പരിചയക്കാരായിട്ടുള്ള 2 ഹോൾസെയിൽ ഡീലേഴ്സിനെ ഞാൻ കണ്ട് അവരെ അപ്രോച്ച് ചെയ്തിട്ട് അവർ പറഞ്ഞു എത്രയുണ്ടെങ്കിലും എടുത്തോളാം. അത് കൂടാതെ ഞാൻ ചില ഈ സൂപ്പർ മാർക്കറ്റുകളെ, അവർക്കൊക്കെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ 10-15 ഔട്ട്ലെറ്റ്സ് ഉണ്ട്, അവരെ സമീപിച്ചപ്പോൾ അവർ ഒരാഴ്ചയ്ക്ക് 200 എണ്ണം വീതം കൊടുത്തോളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പൊതുവിൽ എനിക്കത് വിപണിയുണ്ട്. അത് ഞാൻ കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെ ചോദിച്ചു ഈ 2 ആളുകളോടും. പിന്നെ എനിക്ക് നമ്മുടെ കൃഷി ഭവനിൽ തന്നെ ഒരു മാർക്കറ്റുണ്ട്, അവിടെ ചെറിയ കോണ്ടം പോവും. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ നടത്തുന്ന ചില ഈ മാർക്കറ്റുകളുണ്ട്. പിന്നെ ഈ റെസിഡൻസ് അസോസിയേഷനൊക്കെ ശക്തമായതുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് കുറച്ച് ബിസിനസ് നടത്താൻ പറ്റും. നമ്മളൊന്ന് പരിശ്രമിച്ചാൽ, ഇതിൻ്റെ ഓഫീസ് ബേറേഴ്സിനെ വിളിച്ചൊന്ന് പരിശ്രമിച്ചാൽ ഓൺലൈനായിട്ട് നടത്താൻ. പിന്നെ അതും നമ്മൾ ഇതിൻ്റെ അകത്ത് രാസകീടനാശിനികളൊന്നും ഉപയോഗിച്ചില്ലെന്ന് അറിഞ്ഞാൽ, ഒരു സേഫ് ആണെന്ന് അറിഞ്ഞാൽ തന്നെ ഡിമാൻഡ് തീർച്ചയായിട്ടും സേഫ് ആണെന്ന് 2 കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ പുരയിടത്ത് നിന്ന് നേരിട്ട് കൊടുക്കുകയല്ലേ. അത് തന്നെ. അപ്പോൾ ഇതിനെ പഴവർഗ്ഗങ്ങൾ ഈ പഴിപ്പിക്കുന്നതാണല്ലോ, ഈ ഒരുപാട് കെമിക്കൽസ് ചേർത്താണല്ലോ ഇത് പഴിപ്പിക്കുന്നത്. അതിലവർക്ക് വിശ്വാസം വരുമല്ലോ. മാത്രമല്ല പുരയിടത്തിൽ വന്ന് നോക്കുന്ന ഒരാളിന് പൊതുവിൽ ഇതിൽ വലിയ രാസ സംവിധാനം ചേർത്തിട്ടുള്ള മധുരം, കായും ചെറുതാണ്, വലിയ വലുപ്പമുള്ളതല്ല. ഒരു ആവറേജ് ഒരു 1 കിലോ 1.25 കിലോ 750 ഗ്രാം, പരമാവധി 2 കിലോയാണ്. എനിക്കതിൽ ലാഭം കുറവാണെങ്കിലും പൊതുവിൽ വന്ന് നോക്കിയാൽ ഇതൊരു ജൈവ സംവിധാനമാണെന്ന് തന്നെ എല്ലാവരും ബോധ്യപ്പെടും. ആ തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സാർ, ഇതിൻ്റെ ഒരു ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 3 വർഷമൊക്കെ. 3 വർഷം, പരമാവധി 3 വർഷമാണ് പറയുന്നത്. ഇത് തുടർച്ചയായിട്ട് കായ തരും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മറ്റു ഫ്രൂട്ട് പോലല്ല, സീസണലാണ്. ഇതാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് കായ കിട്ടും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോഴും. പിന്നെ സാർ എന്തെങ്കിലും പ്ലാനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഇത് എല്ലാം ഒന്നിച്ചാണ് നട്ടത്, അപ്പോൾ ഇതൊരു 3 വർഷം ആകുമ്പോഴത്തേന് ഇതിൻ്റെ ഡിക്ലൈനിങ് ഫേസ് തുടങ്ങും. അല്ല, ഞാനിതിൽ ഒരു ചെറിയ ലാഭമെങ്കിലും എനിക്ക് കിട്ടിയാൽ ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എങ്കിൽ ഒരു വട്ടവും കൂടി എനിക്ക് റെഡ് ലേഡി തന്നെ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം എൻ്റെ ചുവട്ടിൽ ട്രിപ്പുണ്ടല്ലോ, ആ തടയെടുത്തിട്ട് ഒരു തവണയും കൂടി റെഡ് ലേഡി തന്നെ ഒന്ന് ചെയ്യണം എന്ന ആഗ്രഹം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു, ഈ പ്ലാന്റ് പൊങ്ങുന്നില്ല കാണാനും, ഈ ടൗണിനുള്ളിൽ ഈ പച്ചപ്പെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയും സംഗതിയില്ല, നമ്മൾ റൂഫ് ടോപ്പിൽ നിന്ന് കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ്, വല്ലാത്ത ഭംഗിയുണ്ട്. അതുകൊണ്ട് ഒരു വട്ടവും കൂടി ഞാൻ എന്തായാലും എന്ത് സംഭവിച്ചാലും റീപ്ലാന്റ് ചെയ്യും. പത്മകുമാർ സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ എക്സ്പീരിയൻസ് റെഡ് ലേഡി പപ്പയ ഒരു ഏക്കർ സ്ഥലത്ത് താങ്കൾ ചെയ്യുന്ന നമ്മുടെ ശ്രോതാക്കളുടെ ഒപ്പം ഷെയർ ചെയ്ത് പങ്കുവെച്ച് വളരെ നന്ദി സാർ. താങ്ക് യു.